നമ്മുടെ അരക്കുലത്ത് ക്രാഫ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഞാനിങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ കുറേ നാളായിട്ട് അമ്മ പറയുന്നുണ്ട് വീട്ടിൽ മെഴുതിരി കത്തിക്കുന്ന സ്റ്റാൻഡ് ഇളകിപ്പോയെന്ന്. അപ്പോൾ ഇതിന് താഴെ ഒരു സപ്പോർട്ടില്ലാത്തതുകൊണ്ട് ഇത് മറിഞ്ഞു വീഴുകയും ചെയ്യും. അപ്പോൾ ഞാൻ എന്നാൽ വിചാരിച്ചു ഇന്ന് ഇതിനൊരു മേക്ക് ഓവർ കൊടുക്കാം, ഇതിനെ അങ്ങ് കുട്ടപ്പാകനാക്കി എടുക്കാം. നോക്കിക്കേ, ഇത് കരി പിടിച്ച് ഒരുമാതിരി മെഴുകൊക്കെ ആയിട്ട് വൃത്തികേടായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനിതിനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇത് ഈ വീഡിയോ ഫുള്ള് കാണാതെ പോലെ കിടിലായിട്ടാണ് നിങ്ങൾ ലാസ്റ്റ് നെട്ട് ഇത് കണ്ടിട്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ താഴെ സപ്പോർട്ടിനായിട്ട് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒട്ടിക്കാനുള്ള ഒരു പോർഷനും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം എൻ്റെ കയ്യിൽ ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതിൻ്റെ ബാക്കി പിസ്താ ഷെൽസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ പിസ്താ ഷെല്ലില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്കൊരു ഐഡിയ മതി ഇത് ചെയ്യാനുള്ള. എൻ്റെ മൈൻഡിൽ ഇത് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ട്, അതായത് ഇത് എന്താക്കി എടുക്കണമെന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ലാസ്റ്റ് അതാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും ചെയ്യാം നമുക്ക്. ഇപ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, നിങ്ങൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ പിസ്താ ഷെല്ല് വെച്ചിട്ട് താഴത്തെ ബേസിൽ ഒട്ടിക്കുമ്പോൾ താഴേക്ക് പിസ്താ ഷെല്ല് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം ഒട്ടിക്കാനായിട്ട്. ഓക്കെ, ഞാനപ്പോൾ ഇങ്ങനെ താഴേക്ക്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ റൗണ്ടായിട്ട് താഴത്തെ ബേസിൽ ഫുള്ള് ആ കാർഡ്ബോർഡ് ഷീറ്റിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതേ പിസ്താ ഷെല്ല് നമുക്ക് മുകളിൽ ഒട്ടിച്ചെടുക്കണം, അതായത് ആ സ്റ്റാൻഡ് ഇളകിയിട്ടുള്ള ആ സ്റ്റാൻഡിൽ ഒട്ടിച്ചെടുക്കണം. നടുക്കത്തെ ആ പോർഷൻ ഒട്ടിക്കാനായിട്ട് വെറുതെ വിടണേ. അതുപോലെ എന്നിട്ട് മുകളിലത്തെ സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ടുണ്ട്. മുകളിലത്തെ സ്റ്റാൻഡിൽ ഞാൻ പിസ്താ ഷെല്ല് ഒട്ടിക്കുന്നുണ്ട്. ഇവിടെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുമ്പേ പിസ്താ ഷെല്ല് ഒട്ടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട്, അതായത് മുകളിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ പിസ്താ ഷെല്ല് മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമായോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണേ, അതോ കുളമായോ ഇല്ലയോ എന്നുള്ളത്. എന്നിട്ട് ഞാൻ നടുക്ക് ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാൻ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. നന്നായിട്ട് ഫിക്സ് ചെയ്യണം കേട്ടോ, ഇളകി പോകാൻ പാടില്ലല്ലോ. എന്നിട്ട് യെല്ലോ കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. നടുക്ക് ഈ ഒരു പോർഷൻ ഞാൻ വിട്ടേക്കുന്ന വേറെ ഒന്നിനുമല്ല, മെഴുകുതിരി ഒട്ടിക്കാനൊക്കെ നമുക്ക് സ്പേസ് വേണമല്ലോ, അതിനായിട്ടാണ് അത്രയും വിട്ടേക്കുന്നത്. എന്നിട്ട് അവിടെ ഞാൻ യെല്ലോ കളർ പെയിൻറ്റ് ഫുള്ളാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വൈറ്റ് ഒരു പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്, അതാകുമ്പോഴത്തേക്ക് നല്ല സ്റ്റിഫായിട്ട് ഇരുന്നോളൂ. അതിൽ അക്രിലിക്കാണ് നല്ലത്. എന്നിട്ട് വൈറ്റ് പെയിൻറ്റ് ഫുൾ അടിക്കേണ്ട, അതിൻ്റെ അറ്റത്ത് പോർഷനിൽ വൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും ഞാൻ ഒരു ഫ്ലവറാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് ഫ്ലവറാണെന്നുള്ള ലാസ്റ്റ് ഞാൻ പറയാം. അതായിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് പറയണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ച ഫ്ലവറിന് ഞാൻ തുമ്പത്ത് ഒരു പിങ്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. അത് ഞാൻ ഫുള്ള് അറ്റത്ത് ആദ്യം വൈറ്റ് അടിച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ തുമ്പത്തായിട്ട് പിങ്ക് പെയിൻറ്റ് അടിക്കുന്നുള്ളൂ. ഈ മുകളിൽ അടിക്കുന്ന പെയിൻറ്റെല്ലാം നിങ്ങൾ താഴെ അടിക്കാൻ ശ്രദ്ധിക്കണേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ താഴെയും ഇതെല്ലാം ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് ഒരു പോയിൻറ്റഡ് ബ്രഷ് എടുത്തിട്ട് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് വെച്ചിട്ട് ടച്ചപ്പ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതായത് സ്റ്റാൻഡ് പോലെ വരച്ചിട്ട്. പിന്നെ യെല്ലോ പെയിൻറ്റിൽ കുറച്ച് ബ്രൗൺ പെയിൻറ്റ് മിക്സ് ആക്കിയിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് പൂമ്പൊടി പോലെ നടുക്കൂടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇത്ര ആയപ്പോൾ നമ്മുടെ ഐറ്റം സെറ്റായി. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും ഞാൻ ഒരു ലോട്ടസ് തീമിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. താമര ആയി എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു ലോട്ടസ് തീമിൽ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചു. ഞാൻ അതിൻ്റെ കളർ വെച്ചിട്ട് ഏകദേശം ഓക്കെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മളൊരു വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കണം. താമര ആയോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഇനി അടുത്ത ഒരു കിടിലൻ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഇന്നത്തേക്ക് ബൈ ബൈ.